ഈ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കുന്ന ഒരു ട്രെൻഡുണ്ട്. ആ ട്രെൻഡിൽ സമീപകാലത്തിൽ മാറ്റം വരാൻ സാധ്യതയുണ്ടോ? അത് മാറ്റം വരും. വരും. ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് സ്ഥായി അല്ലല്ലോ. അല്ലാതെ 2019 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ട്രെൻഡ് വ്യക്തമായിരുന്നു. അതെ. പക്ഷെ 21 നിയമസഭയിൽ ഉണ്ടായിരുന്നില്ല. ഇല്ല. അവിടെ ലോക്സഭയിൽ ഇത് സ്ഥായിയായി. കാരണം മോദിക്കെതിരെയുള്ളൊരു ഉറപ്പാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ പിണറായി ഒരു CPM ഒരു മുസ്ലിം വിരോധ രാഷ്ട്രീയം എടുത്തതോടുകൂടി മുസ്ലിം വിരോധ രാഷ്ട്രീയം എടുക്കുന്നതിന് മുമ്പ് ഈ വോട്ട് പോയിരുന്നു. അതെങ്ങനെ വെച്ചാൽ മുസ്ലിം വിരോധ രാഷ്ട്രീയം പിന്നെടുത്ത് ആദ്യകാലത്ത് CPMകാർ പരമാവധി ഇവരെ സന്തോഷിപ്പിച്ച് കൊണ്ടുപോകാനാണ് നോക്കിയത്. അതുകൊണ്ടുള്ള മറ്റേ ശ്രീറാം വെങ്കിട്ടരാമൻ ആലപ്പുഴ കളക്ടറെ വെച്ച് 3-ാം ദിവസം മാറ്റിയത്. സാധാരണയിൽ പിണറായി വിജയൻ മാറ്റുമോ? അതെ, മാറ്റില്ല. പക്ഷേ ഇവിടെ മാറ്റം വരുന്നത് വെച്ചാൽ ഈ ശരിക്കും ഒരു മാറ്റം വരുന്നത് ഈ മീഡിയ വൺ ചാനലുകാർ മാർക്സിസ്റ്റുകാരെ തകർക്കാൻ തീരുമാനിച്ചു. അവർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിയെ LDFന് എതിരാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് മീഡിയ വണ്ണാണ് ചെയ്തത്. അവരുടെ പ്രചരണം അത് സ്ഥാനത്തുള്ള പ്രചരണമാണ്. പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ വിമർശകന് എത്രയോ കൊല്ലമായിട്ട് 2005 മനസ്സിലായി. മലപ്പുറം സമ്മേളനത്തിൻ്റെ സമയം മുതൽക്ക് അദ്ദേഹത്തിൻ്റെ ഇന്നേ ദിവസം വരെ വിമർശകൻ. പക്ഷെ ഞാൻ പോലും അംഗീകരിക്കാത്തൊരു കാര്യമാണ് ഈ പോലീസ് സംഘി പോലീസാണ്. അത് ശരിയല്ല. പോലീസ് അന്നും ഇന്നൊക്കെ പോലീസാണ്. പോലീസുകാരെല്ലാം ചെയ്തത് എല്ലാം നന്മയുടേതല്ല. പോലീസുകാർക്ക് ഗുണവും ദോഷമുണ്ട്. പക്ഷെ അതൊരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലോ ജാതിയുടെ അടിസ്ഥാനത്തിലോ അല്ല പ്രവർത്തിക്കുന്നത്. പോലീസ് മുഖ്യമന്ത്രി പിണറായി വിജയനും അങ്ങനെ ഒരു BJP പക്ഷപാതിയാണെന്നോ RSS സംഘപരിവാർ ശക്തികളോട് ചായവുള്ളതാണെന്നോ ആരെങ്കിലും പറഞ്ഞ് വിശ്വസിക്കും? ഷാജ വിശ്വസിക്കും? ഇല്ല. ഞാൻ ഒരിക്കലും വിചാരിക്കില്ല. മീഡിയ വൺ ചാനൽ ആരെ എതിർക്കുന്നു അവൻ എതിർക്കുന്നവരാണ് അതിൻ്റെ കൂടെ, അനുകൂലിക്കുന്നവരല്ല. പക്ഷേ ഈ അൻവർ വന്നപ്പോൾ അൻവർ പെട്ടെന്ന് ഒരു ദിവസം പിണറായിക്ക് എതിരായിട്ട് മാറുകയും മലപ്പുറം SP എതിരായിട്ട് ആരോടും, അത് കഴിഞ്ഞിട്ട് പഴയ SP എതിരായിട്ട് ആരോടും, അത് കഴിഞ്ഞിട്ട് അജിത് കുമാറിനെതിരായിട്ട് ആരോടും, അത് കഴിഞ്ഞിട്ട് ശശിക്കെതിരായിട്ട് അവസാനം പിണറായിക്കെതിരായിട്ട്. ഇത് വന്നപ്പോൾ എന്താ ചോദിച്ചാൽ അത് മാത്രമല്ല അയാൾ പ്രൊജക്റ്റ് ചെയ്ത് ഈ ഒരു രീതിയിലാണ് ഇവിടെ മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല. അത് ആളുകൾ വിശ്വസിച്ചു. അവിടെയാണ് അൻവറിൻ്റെ ഏറ്റവും വലിയ അൻവറിൻ്റെ ശരിക്കുള്ള കോൺട്രിബ്യൂഷൻ. അതാണ് അൻവർ എതിരായതാണ് സത്യത്തിൽ പിണറായി വിജയൻ ഇത്ര വലിയ ദോഷം ചെയ്തത്. പക്ഷെ അൻവറിന്റെ രാഷ്ട്രീയ ഭാവി ഇനി എങ്ങനെ പോകുന്നത്? പോയില്ലേ? അതൊക്കെ വേറെ ചോദ്യം. അത് വേറെ ചോദ്യം. ആ ഒറ്റ പോയിന്റിലാണ് ഇയാളാണ് സത്യം ഏറ്റവും വലിയ ഡാമേജ് ഉണ്ടാക്കിയത്. ഈ ഒരു കാര്യം മുസ്ലിം കമ്മ്യൂണിറ്റി കംപ്ലീറ്റ് എതിരെ